നമസ്കാരം. കർണാടകയിലെ മംഗളൂരുവിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഹൈദരാബാദിലേക്ക് ഒരു യാത്ര പോവുകയാണ്. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ശനിയാഴ്ചയും ബുധനാഴ്ചയും രാത്രി 8:05 കാച്ചിഗുഡ എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. സമയം ഇപ്പം രാത്രി 7 മണിയായി. നമ്മുടെ വണ്ടി പുറപ്പെടാൻ ഇനി 1 മണിക്കൂർ കൂടി ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ചാറുന്നുണ്ട്. ഇത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണുന്ന വണ്ടിയില്ലേ, ഇത് മുരുഡേശ്വർ SMVT ബംഗളൂരു എക്സ്പ്രസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നിന്നായിട്ട് മംഗളൂരു സെൻട്രൽ എന്നുള്ള ഒരു നെയിം ബോർഡൊക്കെ ഉണ്ട്. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇതാ മംഗളൂരു സെൻട്രൽ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് സദേൺ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷന് കീഴിലുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് MAQ എന്നാണ്. വലിയ മഴ ആദ്യം വരുന്നുണ്ട്. നമുക്ക് അകത്തേക്ക് തന്നെ കയറാം. നമ്മുടെ കാച്ചിഗുഡ എക്സ്പ്രസ് ഉള്ളത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഞങ്ങളിവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. അപ്പോൾ മഴയൊക്കെ ഒന്ന് ജസ്റ്റ് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലോക്കോമോട്ടീവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുക. അപ്പോൾ നല്ല മഴ വന്നു. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത് WP7 ഈറോഡ് ലോക്കോമോട്ടീവ് ഷെഡിൻ്റെ. ഇനി അവിടെ വരെ ഇത് തന്നെ ആയിരിക്കും. ഇനി ഈ ഒരു ട്രെയിനിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിന് 2 അൺറിസർവ്ഡ് കോച്ചുകളാണ് ഉള്ളത്. അതൊന്ന് മുന്നിലും മറ്റൊന്ന് പുറകിലും. 8 സ്ലീപ്പർ ക്ലാസ് ഉണ്ട്, 6 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. അതിൽ ഫസ്റ്റ് AC വരുന്നത് ഇതാണ്. ഫസ്റ്റ് AC ഒരു ഫുൾ കോച്ച് തന്നെ ഉണ്ട്, H1. ഇതിലോട്ട് നമുക്കിനി കയറാം. ഫസ്റ്റ് AC ഇതാണ്, നല്ല കൂളിംഗ് ആയി. ഇതിൻ്റെ ക്യാബിൻ 4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു പ്രൈവറ്റ് മുറി. ഇനി ഇതിൻ്റെ സെക്കൻഡ് AC ജസ്റ്റ് ഒന്ന് കയറി പോവാം. നമുക്ക് ഇതുവഴി തന്നെ നടന്നു പോവാം. ഇതിൻ്റെ സെക്കൻഡ് AC നല്ല കൂളിംഗ് ആയിട്ടോ. ഇവിടെ 4 ബർത്താണ് ഉണ്ടാവുക. കർട്ടനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈഡ് അപ്പറിനുണ്ട്, സൈഡ് ലോവറിനുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ തേർഡ് AC കൂടെ പോവാം. B1 തേർഡ് AC കൂടെ ഒന്ന് കയറിയിട്ട് വരാം. എല്ലാത്തിലും നല്ല കൂളിംഗ് ആണ് കേട്ടോ. പില്ലോയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയൊരു മിററാണ്. കട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് അപ്പർ, സൈഡ് ലോവർ. അവിടെയും ചാർജിങ് സോക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെയും ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഇനി ഒരു ക്ലാസ്സും കൂടിയല്ലേ ഉള്ളൂ സ്ലീപ്പറിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് ഹൈദരാബാദ് വരെ. ഇനി ആ ഒരു കോച്ചിലോട്ട് പോകും. മംഗളൂരു സെൻട്രൽ കാച്ചിഗുഡ സൂപ്പർഫാസ്റ്റിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 12790 അതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ റേക്ക് ഷെയറിംഗ് ഉണ്ട്. കാച്ചിഗുഡയിൽ നിന്ന് മധുരയിലേക്കുള്ള ഒരു എക്സ്പ്രസ് ആയിട്ട്. അതിൻ്റെ ട്രെയിൻ നമ്പർ വരുന്നത് 22 715 എന്നുള്ളതാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന S6 കോച്ച് ഇതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറാം. അധികാരം കയറിയിട്ടൊന്നുമില്ല, നമുക്ക് തന്നെ ഫസ്റ്റ് കയറാം. നമ്മുടെ ബെർത്തൊക്കെ വരുന്നത് 67ഉം 70ഉം. ഈ 2 അപ്പർ ബർത്താണ്. ഇവിടുത്തെ ലൈറ്റ് ഇടാം. യെസ്, ലൈറ്റ് വന്നല്ലോ. ഈ 2 ബർത്താണ് കേട്ടോ നമ്മുടേത്. ഇവിടുത്തെ ഫാനിൻ്റെ ശബ്ദം ഭയങ്കരമായിട്ടുണ്ട്. 2 ബെർത്ത് പറയുമ്പോൾ പൊടിയൊന്നുമില്ല, നല്ല ബെർത്ത് തന്നെയാണ്. നമ്മുടെ ഈ ഒരു കോച്ചിൻ്റെ അകത്ത് നല്ല വൃത്തിയാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണണ്ടേ. 3 ചാർജിങ് സോക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ 2 ഉണ്ട്. അതുപോലെ ഈ ഒരു ചെയിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അതിനൊരു കവറുണ്ട്. ആ കവർ ഇട്ടത് ഏറ്റവും നല്ലതാണ്. കാരണം അബദ്ധവശാൽ രാത്രിക്ക് ടച്ച് ചെയ്ത് പോയാലും തിരിച്ചു പോയാലും ആരെങ്കിലും. പിന്നെന്താ പറയുക, ഇവിടെ ഒരു ടേബിളുണ്ട്. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. സൈഡിൽ ഓവറിൻ്റെ അവിടെയാണ് ചാർജിങ് സോക്കറ്റ് വരുന്നത്. പുറത്തു പോയി മഴയൊക്കെ നനഞ്ഞ് മുടിയൊക്കെ പോയിട്ടോ. പിന്നെ ഈ ഒരു ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതിനെ പറ്റി നമുക്കിനി സംസാരിക്കാം. ഞങ്ങളിതിൽ 2 ആഴ്ച മുന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഏകദേശം ഒരു 25ഓളം ബെർത്തുകൾ ഉണ്ടാകുന്ന സമയത്താണ് ബുക്ക് ചെയ്തത്. അതായത് ഹൈദരാബാദിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ആകെ 2 പ്രധാനപ്പെട്ട ട്രെയിനുകളാണുള്ളത്. ഒന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തും സെക്കന്ദരാബാദിലേക്ക് പോകുന്ന ശബരി. അതിന് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ശബരിമല സീസൺ എടുത്ത് പറയുന്നില്ല. അത് ഈ 2 ട്രെയിനും അങ്ങനെയാണ്. അതെ, അതുപോലെ തന്നെ ഈ പറയുന്ന കാച്ചിഗുഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ കൊച്ചുവേളി എന്ന് പറഞ്ഞ പോലെ ഹൈദരാബാദിലത്തെ ഒരു സ്റ്റേഷനാണ് കാച്ചിഗുഡ. അതുപോലെ തന്നെ സെക്കന്ദരാബാദ് മറ്റൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. ഹൈദരാബാദ് ലക്കാനമ്പള്ളിയും അവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പൊ ഇവിടുന്ന് ഞങ്ങൾക്ക് മംഗലാപുരത്ത് നിന്ന് കാച്ചിഗുഡ വരെ ഒരാൾക്ക് സ്ലീപ്പറിൽ വന്ന ഫെയർ പറഞ്ഞ 665 രൂപയാണ്. ഇനിയും വണ്ടി പുറപ്പെടാൻ ഒരുപാട് സമയമുണ്ട്. അതിന് മുന്നേ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ രാത്രി കഴിക്കേണ്ട ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് കഴിച്ചേക്കാം അല്ലേ. വീട്ടിൽ നിന്ന് ഞങ്ങൾ പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ രാത്രിക്കത്തെ ഭക്ഷണമാണ്. നമ്മുടെ അമ്മ ഉച്ചയ്ക്ക് തന്നെ ആക്കി വെച്ച് തന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ട്രെയിനുണ്ടല്ലോ പാൻട്രി ഒക്കെ ഉണ്ട്. നാളെ നമുക്ക് നോക്കാം നമുക്ക് നോക്കി കഴിക്കാം. ചപ്പാത്തി ഉണ്ട്, അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ആണ് ആക്കിയിട്ടുണ്ടായത്. അപ്പം ഇത് നേരം കഴിക്കാം, കാരണം ട്രെയിൻ പുറപ്പെടാൻ ഒരു 15 മിനിറ്റ് കൂടി ഉണ്ട്.
ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മിഡിൽ ബെർത്ത് ഇല്ലേ, അതെങ്ങനെ പ്രോപ്പറായിട്ട് പൊക്കി വെക്കണം എന്ന് പറയാം. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ ഒരു മലയാളി മിഡിൽ ബെർത്ത് പൊട്ടി വീണ് ലോറി കിടക്കുമ്പോൾ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതെങ്ങനെ പ്രോപ്പറായിട്ട് ഇടണം എന്ന് പറയാം. ഇവിടെ ഈ ഒരു സാധനം ഉണ്ടാവും, ഇതുണ്ടാവും. ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ മാറ്റണം. നമുക്ക് മിഡിൽ ബെർത്ത് പൊക്കുക, നേരെ നമുക്ക് ഈ ഒരു ഹോളിലേക്ക് തന്നെ ആക്കി വെക്കുക. ഇവിടെ ഉണ്ടോ, ഇതായി. ഇത് ഒരു ഭാഗത്ത് മാത്രം ഇട്ടാൽ പോരാ, രണ്ട് ഭാഗത്തും ഇടണം. ചിലവരുണ്ടല്ലോ മനു, നമ്മളിത് പറഞ്ഞു കൊടുത്താണ്ടല്ലോ നമ്മളോട് ചിലപ്പോൾ ഒരു ദേഷ്യപ്പെടും. കാരണം ഒരു ഈഗോ പ്രശ്നമാണ്. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇടണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ അവരത് കേൾക്കൂല. ഇങ്ങനെ രണ്ട് സൈഡ് ഇടണം, ഒരു ക്ലിപ്പ് മാത്രം ഇടാൻ പാടില്ല, രണ്ട് സൈഡ് ഇടണം. അതായത് ചിലവരുണ്ടല്ലോ മനു, ഈ സംഭവമില്ലേ, ഇത് ഒരെണ്ണം മാത്രം ഇട്ട് വെക്കും. അത് അറിയില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കൂല. കാരണം ചോദിച്ചാൽ ഒരു നാണക്കേടാണല്ലോ. അത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർ ചൂടാവും. അത് അങ്ങനത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 8:05 തന്നെ കാച്ചിഗുഡ എക്സ്പ്രസ് എടുത്തിരിക്കുകയാണ്. 1500 കിലോമീറ്ററിന് മുകളിൽ നമ്മുടെ ട്രെയിൻ ഓടാനുണ്ട്. മംഗളൂരുവിനും കാച്ചിഗുഡക്കും ഇടയിൽ 26 സ്റ്റോപ്പുകളുണ്ട് ഈ ഒരു ട്രെയിന്. അടുത്ത സ്റ്റോപ്പുള്ളത് കേരളത്തിലാണ്, കാസർഗോഡ്. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട് വിട. ഇപ്പോഴും മഴയുണ്ട് അത്ര. ഇവിടെ കാണുന്ന ഈ ഒരു വണ്ടി കണ്ണൂർ KSR ബംഗളൂരു എക്സ്പ്രസ് ആണ്. ഇവിടെ 5 പ്ലാറ്റ്ഫോമുകളാണ് ടോട്ടൽ ഉള്ളത്. സമയം 8:45. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മംഗലാപുരം വിട്ടതിന് ശേഷം ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പാണിത്. അൺറിസർവ്ഡിൽ കയറാൻ നല്ല തിരക്കുണ്ട്. കാസർഗോഡ് നമ്മുടെ ട്രെയിനിൽ 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. സമയം ഇപ്പോൾ 9:05. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. അടുത്തത് നീലേശ്വരം. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കയറാനുണ്ടായിരുന്നു കേട്ടോ. വണ്ടിക്ക് സിഗ്നലായിട്ടില്ല. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. ഈ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത്. നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. മന്നപ്പുറത്തുകാവ്. സമീപം 9:15. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രണ്ടുപേരുടെയും ഹോം സ്റ്റേഷൻ. രാജാസ് സ്കൂളാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. നീലേശ്വരം. ഈ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കറക്റ്റ് 30 കിലോമീറ്റർ ഉള്ളത്. ഇവിടെ ഈ ഒരു അടുത്ത കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഇവിടെ സ്റ്റോപ്പ് ഈ ട്രെയിൻ കിട്ടിയത്. അതെ, ഇനി പറഞ്ഞ 9:15 ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് ബസ്സൊന്നുമില്ല. നേരത്തെ ഈ ട്രെയിൻ ബസ്സിന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈദരാബാദോ തിരുപ്പതിയൊക്കെ പോകാൻ വേണ്ടി നല്ലൊരു വണ്ടി തന്നെയാണ് ഈ പറഞ്ഞ കാച്ചിഗുഡ എക്സ്പ്രസ്. ഇത് ഇവിടെ ഒരു പട്ടിക്കുട്ടനുണ്ട്, നോക്കി നിൽക്കുക. അവിടുന്ന് ഇത് കാണിച്ചു. അവനവിടെ നിൽക്കട്ടെ, അവനവിടെ തന്നെ ഉണ്ട് അത്ര. ടാറ്റ മോനെ, വീണ്ടും എപ്പോഴെങ്കിലും കാണാം. ഇത് FCIൻ്റെ ഗോഡൗൺ ആണ്. ഈ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് കേട്ടോ. അതെന്താ അറിയില്ല. വേറെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ ഈ ഒരു വിഷമമില്ല. കാരണം ഇതിലൂടെ ഒരു റോഡുണ്ട്, നേരെ ഭീമനടി നർക്കലക്കാട്. അതിലൂടെ പോയാൽ നമ്മുടെ വീട്ടിലെത്താം. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ അവിടെയാണ് ഉള്ളത്.
ഇത് ആ ഒരു വഴി അങ്ങ് പോകാൻ പറ്റും. അതിലൂടെ ഒരു വഴിയുണ്ട്. ട്രെയിനിപ്പോൾ 110-ലാണ് പോകുന്നത്. സ്പീഡ് കുറയുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ളത് പയ്യന്നൂരാണ്. സമയം ഇപ്പോൾ 9:30. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ മുഴുവനും വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ ചളിയൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് മുഴുവനും. ഇവിടെ നമ്മുടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. അങ്ങനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. എക്സിറ്റ്. സമയം ഇപ്പോൾ 9:54. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 10:05-നെത്തി 10:10 എടുക്കേണ്ട ട്രെയിനാണ്. ബിഫോർ ടൈം. മഴയുണ്ട്. നേരത്തെ എത്തി. ഇവിടുന്ന് അത്യാവശ്യത്തിന് നല്ല ആൾക്കാർ കയറും. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽ ഒരു സബ്വേ ഒക്കെ ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ടില്ലാതെ ഇതുവഴി ഇറങ്ങിയിട്ടും പോകട്ടോ. നല്ലൊരു സംവിധാനം അല്ലേ? നമ്മൾ തമിഴ്നാട്ടിലെ കുറേ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇവിടെയും കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ 1-ലും 2-ലും വേറെ വണ്ടികളൊന്നും ഇപ്പോൾ വരുന്ന കണ്ടില്ല. നമ്മൾ എക്സിക്യൂട്ടീവ് ഒക്കെ വരാണ് ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി കർണാടക വിട്ട് ഇപ്പോൾ കേരളത്തിൽ, അതുപോലെ തന്നെ തമിഴ്നാട് പോവും, പിന്നെ ആന്ധ്രാപ്രദേശ്, പിന്നീട് തെലുങ്കാന. അങ്ങനെ 5 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് നമ്മുടെ ഈ വണ്ടി കടന്നു പോകുന്നത്. ഇപ്പം നല്ല മഴ വീണ്ടും വന്നിട്ടുണ്ട്. മഴ വീണ്ടും വന്നിട്ടുണ്ട്. രാത്രിക്ക് മഴയത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും കേട്ടോ. നല്ല തകർത്ത് പെയ്യട്ടെ. ഈ ട്രെയിനിൻ്റെ ഈ ഒരു വാഷ് ഏരിയ ഇല്ലേ, ഇതൊക്കെ ഒരു വെറൈറ്റി രീതിയിലാണ് ഉള്ളത്. വേണ്ട, നല്ല വൃത്തിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ. കാച്ചോടെ എത്തുമ്പോൾ എത്രത്തോളം ആ വൃത്തി കീപ്പ് ചെയ്ത് നമുക്ക് നോക്കാം. ഇതാ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. സമയം 10:26. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. നല്ല മഴയാണ്. ഇവിടെ ലേറ്റൊന്നുമില്ല. നമ്മുടെ കോച്ച് വരുന്നത് അതാണ്. ഇനി അടുത്ത സ്റ്റോപ്പുള്ളത് വടകര. മഴ ട്രെയിൻ ഒരു വേറെ തന്നെ ഒരു വികാരമാണ്. ഈ മഴയത്ത് ട്രെയിനിൽ പോകാനുണ്ടല്ലോ, നമുക്ക് രാത്രി സ്ലീപ്പർ ക്ലാസ്സിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഒരു കിട്ടുന്നൊരു ഫീല് ഒന്ന് വേറെ തന്നെയാണ്. വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വടകര റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു വടകര റെയിൽവേ സ്റ്റേഷൻ. വടകര റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊരു സുഖമല്ല. ഈ മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ നല്ല കംഫർട്ടായി എനിക്ക് തോന്നുന്നു. നല്ല സ്പീഡുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റോപ്പല്ലേ, പ്രധാനപ്പെട്ട സ്റ്റോപ്പിൽ മാത്രമേ ഈ ട്രെയിൻ സ്റ്റോപ്പുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വണ്ടിക്ക് കേരളത്തിലെ സ്റ്റോപ്പ് പറഞ്ഞാൽ കോഴിക്കോട്, തിരൂര്, ഷൊർണൂർ, പാലക്കാട്, അങ്ങനെയാണ്. പിന്നെ തമിഴ്നാട് കയറി കോയമ്പത്തൂർ, തിരുപ്പൂർ വഴി പോകും. അപ്പോൾ നാളെ രാവിലെ എവിടെ എത്തുന്നൊന്നും അറിയില്ല. രാവിലെ ഒരു നല്ലൊരു സമയം നോക്കിയിട്ട് നമുക്ക് ഉറങ്ങിയാണിക്കാം. കാരണം ട്രെയിനിൽ പാസഞ്ചേഴ്സൊക്കെ അത്യാവശ്യം കിടന്നുറങ്ങി. അപ്പോൾ എന്താ പറയുക, ഇന്ന് രാത്രി കിടന്നുറങ്ങാണ്, നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 8:15. ജോലാർപേട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ ബിഫോർ ടൈമിനാണ് എത്തിയത്. ഇവിടെ 8:23-നെത്തി 8:25 എടുക്കേണ്ട വണ്ടിയാണ്. ഇപ്പോൾ 8:15 എത്തി. വണ്ടി രാത്രിക്കൊക്കെ ഒരേ പോക്കായിരുന്നു. ഈ വണ്ടിയിലുണ്ടല്ലോ അധികം വലിയ റഷൊന്നുമില്ല. ഞങ്ങളുടെ തന്നെ ഒരു മിഡിൽ ബർത്തിലും സൈഡ് അപ്പറിലൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്നു ആള് കേറാതിരുന്നത് തന്നെയാണ്. അതെ, അല്ലാന്ന് തന്നെ നമ്മുടെ കോച്ച് അത്യാവശ്യം കാലിന്ന് പറയാം. ഇവിടുന്ന് എന്റെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കാട്ട്പാടിയാണ്. ഉറങ്ങി നേരത്തെ എണീച്ചെന്ന് പറഞ്ഞാൽ സേലം കഴിഞ്ഞോടാണ് ഉറങ്ങി എണീറ്റത്. അതെ അതെ, നമുക്ക് ഫുഡൊക്കെ വാങ്ങണം എന്തായാലും. അത് അടുത്ത സ്റ്റേഷൻ എവിടെ നിന്ന് നോക്കാം നമുക്ക്. ജോലാർപേട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഈ നമ്മുടെ കോച്ച് ഇവിടെ തന്നെ. ഇവിടെ ജോലാർപേട്ട് എന്നുള്ള ഒരു ചെറിയൊരു ബോർഡ്. വണ്ടി ഇനി ഇപ്പോഴേ എടുക്കും തോന്നില്ല. നമ്മുടെ കോച്ച് 2018 ഉണ്ടാക്കിയ കോച്ചാണ്. മാംഗ്ലൂർ കാച്ചെഗുഡ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് വഴി കാട്ട്പാടി റേണിഗുണ്ട ജംഗ്ഷൻ കടപ്പ നടൈമേട് 2-ൽ ഉള്ളത്. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 12790 मैंगलोर काचेगुड़ा सुपरफास्ट एक्सप्रेस मार्ग से चलकर काटपाड़ी रेणीगुंटा जंक्शन कड़पा प्लेटफॉर्म नंबर 2 पर खड़ी है. ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് കാണുന്നൊരു
നല്ലൊരു കാഴ്ച ഇതാണ്, ഈ ഒരു മലനിര. ഈ ജോളാർപേട്ടേൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ് ഈ ഒരു മലനിരകൾ. അതിലൂടെ തന്നെ റോഡൊക്കെ ഉണ്ട്. ടൗൺ ഭാഗമൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്തേക്കാണ്. 8:27 ഇവിടെ ജോളാർപേട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തത്. MGR ചെന്നൈ സെൻട്രൽ മൈസൂരു വന്ദേ ഭാരത്. ട്രെയിൻ ഇപ്പം 120 km/h പോകുന്നത്. നമ്മുടെ ആ ബർത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ റഷും ഇല്ലല്ലോ, തിരക്കേ ഇല്ലാത്തൊരു വണ്ടി. കാട്ട്പാടിയിലേക്കൊന്നും എത്താനായിട്ടില്ല, ഇനിയും പോകാനുണ്ട്. എത്ര ഇവിടെ ഒന്നും ആരും തന്നെ ഇല്ല. കണ്ടതാ, ഇതാണ് കാച്ചിഗുഡ എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്സിലത്തെ ഒരു അകത്തെ കാഴ്ച. തിരക്കില്ലാത്തൊരു അടിപൊളി വണ്ടിയാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ ട്രാവൽ ചെയ്യാം. ഇവിടെ ഒന്നും ആരും ഇല്ല. ഈ ഒരു 6 ബർത്ത് ഫുള്ള് ഫ്രീ തന്നെയാണ്. ഇപ്പോഴും നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. MGR ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ ശതാബ്ദിയാണ് ഇതിലൂടെ പോകുന്നത്. അത് പോയി, ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. കാവന്നൂർ. MGR ചെന്നൈ സെൻട്രൽ KSR ബംഗളൂരു സിറ്റി ജംഗ്ഷൻ ഡബിൾ ഡെക്കർ. ട്രെയിൻ ഇപ്പോൾ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ലേക്ക് ഉണ്ട്. ആ ഒരു ലേക്കിന് തൊട്ട് പുറകിൽ കാണുന്നതാണ് കാട്ട്പാടി, ഒരു ചെറിയൊരു പട്ടണം. കാട്ട്പാടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ തിരികെയാണ്. അവിടെ ഒരു നെയിം ബോർഡൊക്കെ ഉണ്ട്. വണ്ടി ഇതാ. ഇവിടുന്ന് നമ്മുടെ ട്രെയിനിലൊന്നും അധികം ആൾക്കാരൊന്നും കയറാനൊന്നുമില്ല. പിന്നെ ചെന്നൈയിലേക്കൊക്കെ പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടുന്ന് ചെന്നൈയിലേക്ക് 130 km മാത്രമേ ഉള്ളൂ. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു ഭാഗമാണിത്. ഇവിടെ ഇപ്പോൾ ഏതൊരു ട്രെയിൻ വരാനുണ്ട്. 1ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ കർണാടക കഴിഞ്ഞ് ഇനിയിപ്പോൾ കേരളം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അടുത്ത സ്റ്റേഷൻ വരുന്ന ആന്ധ്രാപ്രദേശിലാണ്. നമ്മുടെ ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പ് വരുന്ന റേണിഗുണ്ടയാണ്. അപ്പോൾ അവിടത്തേക്ക് പോകുന്നത് ചിറ്റൂർ വഴിയല്ല, ആർക്കോണം തിരുത്തണി വഴിയാണ് പോകുന്നത്. ഈ റേണിഗുണ്ടയിൽ നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓൺലൈൻ വഴി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആന്ധ്ര മീൽ. അത് നമുക്കിനിയിപ്പോൾ നമ്മുടെ ബർത്തിൽ തന്നെ കൊണ്ടുതരും അവർ. ഞങ്ങൾ രാവിലെ ഈ ട്രെയിനിലത്തെ പാൻട്രി ഫുഡൊന്നും കഴിക്കുന്നില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബെന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാവിലെ നമുക്ക് ബെന്ന് കഴിക്കാം. ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഈ ട്രെയിനിൻ്റെ 4ാമത്തെ സംസ്ഥാനമായിട്ടുള്ള ആന്ധ്രാപ്രദേശിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ തിരികെയാണ്. റേണിഗുണ്ട ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുക. സമയം 11:39. റേണിഗുണ്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്ലാറ്റ്ഫോം ഉള്ളത്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്.
റേണിഗുണ്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ ഫുഡ് വരുന്നത് കാണുന്നൊന്നുമില്ലല്ലോ, അതിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. നോക്കാം. നമ്മൾ ബുക്ക് ചെയ്ത ഭക്ഷണം ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെ കൊണ്ടുതന്നിരിക്കുകയാണ്. ഇങ്ങനെ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇവിടെ വെള്ളം വരുന്നുണ്ട്. ബുക്ക് ചെയ്ത് വാങ്ങിച്ച് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ബർത്തിൻ്റെ അവിടെ കൊണ്ടാക്കാൻ മതിയേ. റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. ഇവിടെ ഒരു ഡീസൽ ലോക്കോമോട്ടീവ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് വാട്ടർ ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ടോട്ടൽ 5 പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ 11:55 12 മണിക്ക് എടുക്കേണ്ട വണ്ടിയാണ്. ഇവിടെ ബിഫോർ ടൈമിനെ നമ്മുടെ വണ്ടി എത്തി. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന വണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ തിരുപ്പതിയിലേക്ക് വരാൻ പറ്റിയൊരു വണ്ടി കൂടിയാണ് നമ്മുടെ ഈ കാച്ചുകുട എക്സ്പ്രസ്. മലബാറിലുള്ളവർക്ക് 2 വണ്ടിയുണ്ട് തിരുപ്പതിയിലേക്ക് വരാൻ. മംഗലാപുരത്ത് നിന്ന് സാന്ദ്രകാശിയിലേക്ക് പോകുന്ന വിവേക എക്സ്പ്രസ്. അതിൻ്റെ സ്ലീപ്പറിലൊക്കെ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ സ്ലീപ്പർ അടിപൊളിയാണ്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടില്ല. തിരുപ്പതിക്കൊക്കെ വരുന്നവർക്ക് നല്ലതാണ്. പിന്നെ ഇവിടെ റേണിഗുണ്ട നിന്ന് 10 കിലോമീറ്റർ ഉണ്ട് തിരുപ്പതിയിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പുറത്തിറങ്ങിയാൽ ബസ് കിട്ടും. നേരെ നമ്മൾ തിരുമലയിലേക്ക് ബസ്സൊക്കെ കിട്ടും. ഞങ്ങൾ തിരുപ്പതി നിന്ന സമയത്ത് അവിടുന്ന് ബസ് കയറി റേണിഗുണ്ടക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. 12 മണിക്ക് എടുക്കേണ്ട വണ്ടി 12:10 എടുത്തത്. 10 മിനിറ്റ് ഡിലേ. ഇത് കോയമ്പത്തൂർ ഭഗത് കി കോത്തി എക്സ്പ്രസ്. ഈ ഒരു ഭാഗത്ത് പിന്നെ അറിയാലോ, നല്ല മലനിരകളാണ്. ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള ഫുഡ്. ഞങ്ങൾ IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. ഓൺലൈൻ വഴി തന്നെ PNR നമ്പർ ഉപയോഗിച്ച് ബുക്ക് ചെയ്തു. ഇത് പ്ലേറ്റ് 3 ഉണ്ടല്ലോ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്ര മീലാണ് കേട്ടോ. ഒരെണ്ണത്തിന് 110 രൂപയാണ് ആയത്. ഇതാണ് ഒരെണ്ണം വരുന്നത്. ഇതുപോലെ തന്നെ നവീൻ്റെതും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമുക്ക് ഇത് ബർത്തിലൊന്നും ആവാതെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഈ പാൻട്രി ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടി നമ്മൾ ബുക്ക് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ശരിക്കും നല്ലത്. പിന്നെ ഇത് പ്യുവർ വെജ് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഇത്രയും കറികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ആന്ധ്ര മീല് ട്രൈ ചെയ്യുന്നത്. ഒരു തൈരുണ്ട്, പിന്നെ ഇതൊരു സ്വീറ്റാണ്, ബാക്കി ഒരു സാമ്പാറൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മുടെ ചോറ് ഇത്രയല്ല, ഒരുപാടുണ്ട് കേട്ടോ. ഞാനവിടെ കുറച്ച് മാറ്റി വെച്ചാണ് ഇത് കഴിച്ചതിന് ശേഷം ബാക്കി കഴിക്കാം. പിന്നെ തോരനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം. സമയം ഇപ്പോൾ 2:10. കടപ്പ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോം. കടപ്പയിൽ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. പിന്നെ നമ്മുടെ പൂണെന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന ജയന്തിയില്ലേ, അതൊക്കെ ഈ ഒരു വഴിയാണ് പോകുന്നത്. ഞങ്ങൾ കഴിച്ച ഭക്ഷണമില്ലേ, നല്ല ഭക്ഷണമായിരുന്നു. പക്ഷേ ആ കറികളൊക്കെ കുറച്ച് നല്ല വെള്ളമായിരുന്നു. അത് ഞങ്ങൾ ഇതുവരെ കഴിക്കാത്തോണ്ടായിരിക്കാം ചിലപ്പോൾ അല്ലേ. ആന്ധ്ര മീൽസ് അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ എടുത്ത രസം പോലെയാണ്. പിന്നെ കടപ്പ എന്ന് പറഞ്ഞ ഒരു പേര് നമ്മുടെ തിരുമല വെങ്കടേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു പേര് ലഭിച്ചത്. ഇവിടെ 2 മിനിറ്റാണ് നമ്മുടെ ട്രെയിൻ ഹോൾട്ട്. സമയം ഇപ്പോൾ 2:54. യരഗുണ്ട്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. പിന്നെ അതുപോലെ തന്നെ റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷൻ മുതലാണ് നമ്മുടെ ട്രെയിനിൽ നല്ല തിരക്ക് വന്നത്. അതുവരെ നല്ല സുഖമായിരുന്നു. ഇപ്പം വണ്ടി ഫുള്ളാണ്. ഈ ആൾക്കാരൊക്കെ മൊത്തം കാച്ചുകൂടെ വരെ തന്നെയാണ്. മഴയൊന്നുമില്ല, നല്ല ചൂടാണ്. ഞങ്ങൾ ഈ ഒരു അപ്പർ ബർത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോഴേ ഒന്നും അടുത്ത സ്റ്റേഷനിലെത്തൂല. അടുത്ത സ്റ്റോപ്പുള്ളത് ഗൂത്തി ജംഗ്ഷനിലാണ്. ഒരു 116 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. ഞങ്ങൾ രാത്രിക്ക് കഴിക്കുന്ന ഭക്ഷണമൊക്കെ അവിടെ നിന്ന് ഓൾറെഡി ബുക്ക് ചെയ്തു. കാരണം ഇതിൽ പാൻട്രി കൊച്ചൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളിപ്പോൾ വന്ന സ്റ്റേഷനിലൊക്കെ ഫുഡ് അവൈലബിൾ ആണ്. ഞങ്ങൾ ഈ ഒരു യാത്രയിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് കഴിക്കാൻ തന്നെ വിചാരിച്ചു. ഈ റൂട്ടിൽ മുഴുവനും ഇതുപോലെയുള്ള മലനിരകളാണ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ. നല്ല രീതിയിൽ തന്നെ പച്ചപ്പുണ്ട്.
നല്ലൊരു റണ്ണാണ്. ട്രെയിൻ വേഴ്സസ് ലോറി. അതും നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. സമയം 4:30 ഗൂത്തി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഗൂത്തി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 1 മിനിറ്റ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പുള്ളൂ. ഫുഡ് ഇതുവരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല. നവീനൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി വരുമോ ഇല്ലയോ എന്നൊക്കെ നോക്കി തന്നെ കാണണം. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള ഭക്ഷണം കൊണ്ടുവന്നിരിക്കുകയാണ്. രാത്രി ഞങ്ങൾ ബട്ടർ റൊട്ടിയാണ് കേട്ടോ വാങ്ങിച്ചത്. കറക്റ്റ് ടൈമിൽ തന്നെ കൊണ്ടുവന്നു. ഞങ്ങൾ ഇവിടുന്ന് 2 വട കൂടി വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഒരു ഈവനിങ് സമയത്ത് വട കഴിക്കാം. സമയം ഇപ്പം 5:45. ധോൺ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ 5 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. നമ്മുടെ മംഗളൂരു കാച്ചിഗുഡ എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയ ഒരു സമയം 2013-14 ആ ഒരു സമയത്താണ്. പിന്നെ ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് സെൻട്രൽ റെയിൽവേ ആണ്. പിന്നെ ഈ വണ്ടി ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഉള്ളത്. ബുധനാഴ്ച ശനിയാഴ്ചയാണ് മംഗളൂരിൽ നിന്നുള്ളത്. ഇത് മിക്കവാറും ഒരു 5 ദിവസം ഡെയിലി ആക്കണം എന്ന് പറയുന്നില്ല. അത്ര നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടേനെ. അതായത് മംഗലാപുരം നമ്മൾ അതുപോലെ നാട്ടിൽ നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ഭാഗത്ത് നിന്നുള്ളവർക്ക് തമിഴ്നാട് ഭാഗത്തേക്ക് കോയമ്പത്തൂർ കാട്ട്പാടി സേലത്തേക്ക് പോകാനായാലും അതുപോലെ തന്നെ തിരുപ്പതി ഹൈദരാബാദ് എന്തായാലും ഒരുപാട് ഉപകാരപ്പെട്ടേനെ. ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇഡ്ഡലിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. വടയും ഇഡ്ഡലിയൊക്കെ നല്ല ചൂടുണ്ട് ഈ സമയത്ത്. റോഡൊക്കെ ഉണ്ട് താലോടെ. (6:40) കർണൂൽ സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിൻ 2 മിനിറ്റിൻ്റെ സ്റ്റോപ്പ്. പിന്നെ കർണൂൽ എന്ന് പറയുമ്പോൾ ഈ ഒരു റൂട്ടിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ്. അത് നമ്മൾ എടുത്തു വരുമ്പോൾ മനു ആദ്യം കുർണൂൽ എന്നാണ് പറഞ്ഞത്. ശരിക്കും പറയേണ്ടത് കർണൂൽ തന്നെ. കാരണം നമ്മളെ ഇവിടുത്തെ തെലുങ്കും അതുപോലെ തന്നെ ഹിന്ദിയാണല്ലോ നോക്കേണ്ടത്. തീർച്ചയായും. അതുപോലെ തന്നെ നമ്മുടെ റായലസീമയിലെ പ്രവേശന കവാടമാണ് കർണൂൽ. റായലസീമ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയായിട്ട് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന് 3ആയി തരംതിരിച്ചിട്ടുണ്ട്. നോർത്ത് ആന്ധ്ര, കോസ്റ്റൽ ആന്ധ്ര, അതുപോലെ തന്നെ റായലസീമ. അതിൻ്റെ പ്രവേശന കവാടമാണ് കുർണൂൽ. സമയം 6:50 ഇനി പെട്ടെന്ന് ഇരുട്ട് വരും. കർണൂൽ സിറ്റിയോട് വിട. കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ ഇതിപ്പോൾ തെലങ്കാനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗദ്വാൾ റെയിൽവേ സ്റ്റേഷൻ്റെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വന്നത്. ഇപ്പോൾ സമയം കറക്റ്റ് 7:36. അനൗൺസ്മെൻ്റ് ആണ്. മാംഗ്ലൂർ കാച്ചിഗുഡ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വാങ്ങിച്ച ഒരു ഫുഡ് കഴിക്കാം. ഞങ്ങൾ വാങ്ങിച്ചത് ബട്ടർ റൊട്ടിയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു പ്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 6 ബട്ടർ റൊട്ടിയാണ് പറഞ്ഞത്. നൈറ്റ് നമുക്ക് എനിക്ക് കഴിക്കാം. സമയം ഇപ്പോൾ 9 മണിയായേ. ദേവർകദ്ര എന്ന് പറഞ്ഞിട്ടൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നമ്മുടെ ട്രെയിന് സ്റ്റോപ്പൊന്നുമില്ല, ഓവർടേക്കിംഗ് ആണ്. യശ്വന്ത്പൂരിൽ നിന്ന് കാച്ചിഗുഡയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് ഇപ്പം നമ്മുടെ ഇവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യും. ഈ ഒരു ട്രാക്ക് വഴി ഇപ്പം അത് പോകും. വന്ദേ ഭാരതും വരുന്നുണ്ട്.
ഇവിടെ കാച്ചിഗുഡ മൈസൂർ എക്സ്പ്രസ്സും വന്ന് കിടക്കുന്നുണ്ട്. അതിനും സിഗ്നൽ കിട്ടിയിട്ടില്ല. കാച്ചിഗുഡ എത്തുന്നതിന് മുന്നേയുള്ള അവസാന സ്റ്റോപ്പാണ് ഈ ട്രെയിനിൻ്റെ ജഡ്ചർല എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷൻ. സമയം ഇപ്പോൾ 10:35 വണ്ടി ഇപ്പോൾ 1 മണിക്കൂറിന് മുകളിൽ ഡിലേറ്റ് ഉള്ളത്. കഴിഞ്ഞ സ്റ്റേഷൻ വരെ പിന്നെയും വന്നതാണ്. അതിനുശേഷം ഇപ്പോൾ നിർത്തി അങ്ങ് ഡിലേ ആയി. ഇനിയിപ്പോൾ എത്ര മണിക്ക് ഇനിയിപ്പോൾ കാച്ചിഗുഡ എത്തുന്നത് നമുക്ക് നോക്കി തന്നെ കാണാം. കാച്ചിഗുഡ എത്താനായി. ഈ ഭാഗത്തെല്ലാം വൃത്തി കണ്ട നല്ല രീതിയിൽ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വേസ്റ്റിൻ്റെ ഇവിടെ ആയാലും അതൊക്കെ പ്രോപ്പർ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് മലക്കാപ്പേട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇനി 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ കാച്ചിഗുഡയിലേക്ക്. സമയം ഇപ്പോൾ 12 മണിയാവാനായി. എന്നിട്ട് നല്ല തിരക്കുണ്ട്. കർണാടകയിലെ മംഗളൂരിൽ നിന്നും 1523 കിലോമീറ്റർ യാത്ര ചെയ്ത് തെലങ്കാനയിലെ കാച്ചിഗുഡയിലേക്ക് ഇതാ നമ്മൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 12:04. ട്രെയിൻ ഡിലേ ആണ്. കാച്ചിഗുഡ, ഇത് 5ാം നമ്പർ പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ നല്ലൊരു സർവീസാണ്. ഈ ഒരു സ്ലീപ്പർ ക്ലാസ്സിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തവരൊന്നും കയറി വരുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നം ഈ ഒരു ട്രെയിനിൽ ഇല്ല. അതായത് നിങ്ങൾ സ്ലീപ്പർ തന്നെ യാത്ര ചെയ്യാൻ മതി. അതുകൊണ്ട് സ്ലീപ്പറിൽ എടുത്തു കഴിഞ്ഞാൽ ജനറൽ ടിക്കറ്റുകാർ കയറുന്ന ഒരു ടെൻഷനൊന്നും വേണ്ട. ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നതിലോ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായി ടിക്കറ്റ് എടുത്ത് അതായത് കൺഫേം ആയൊരു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗം വരുന്നത് ഇവിടെയാണ്. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് KCG എന്നാണ്. നല്ല തിരക്കാണ്. ആ ഒരു വണ്ടിയിൽ വന്നിറങ്ങിയതിൻ്റെ റഷ് തന്നെയാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മുടെ ഈ ഒരു ട്രെയിൻ കാച്ചിഗുഡയിൽ എത്തുന്ന ഒരു അസമയത്തായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഹൈദരാബാദ് സെക്കന്ദരാബാദത്തേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓട്ടോയ്ക്ക് പോകേണ്ടി വരുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും മെട്രോ ഒന്നും കിട്ടൂലല്ലോ. നമ്മുടെ ട്രെയിനിൽ തന്നെ ഉണ്ടായിരുന്നു സെക്കന്ദരാബാദ് പോകാനുള്ള ആൾക്കാർ, മലയാളികൾ. അപ്പൊ അവർക്കൊരു ഇവിടെ ഇറങ്ങുമ്പോൾ വണ്ടി കിട്ടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ റെയിൽവേൻ്റെ റിട്ടയർ റൂമിലാണ്, അതായത് ഡോർമെട്രിയിൽ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഡോർമെട്രിൻ്റെ ഭാഗത്തോട്ട് പോവാം. സമയം 12:21 ആയതേ ഉള്ളൂ. ഞങ്ങൾ ചെക്കിംഗ് വെച്ചത് 1 മണിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ ചിലവഴിക്കാനുണ്ട്. ഇവിടെ തന്നെ ക്ലോക്ക് റൂമും ഉണ്ട്. ഡോർമെട്രി റിട്ടയർ റൂമൊക്കെ വരുന്ന അങ്ങ് അവിടെയാണ്. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ തന്നെയാണ് ഈ ഒരു ഡോർമെട്രിയും റിട്ടയർ റൂമൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടത്തോട്ട് കയറി പോവാം. ഇവിടുത്തെ ഡോർമെട്രിയിലേക്ക് ചെക്ക് ഇൻ ചെയ്ത് കയറിയേ. ഇവിടെ ഒരു ബെഡ് ഉണ്ട്, നമുക്കൊരു പുതക്കണ്ട ഈ ഒരു കമ്പിളി ഉണ്ട്, അതുപോലെ പില്ലോ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ചാർജിങ് സോക്കറ്റിൻ്റെ അതും ഉണ്ട്. ആ ലൈറ്റിൻ്റെ ബട്ടണൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫാൻ ഉണ്ട്. പിന്നെ ഇത് AC ആണ്. ഇവിടെ ഒരു മിറർ ഉണ്ട്. ഇവിടെ ഒരു നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സാധനമൊക്കെ ഉണ്ട്, ഷെൽഫ് പോലത്തെ ഇതുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് കയറി വരുമ്പോൾ തന്നെ കീ ഒക്കെ കിട്ടും കേട്ടോ. നമുക്ക് ലോക്ക് ചെയ്തിട്ട് തന്നെ പോവാം. പിന്നെ ഇതാണ് ഓവറോൾ ഇവിടുത്തെ ഒരു ഡോർമെട്രി വരുന്നത്. ഡോറൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെയാണ് ഇത് കുറ്റിയുണ്ട്. സിംഗിൾ ബെഡാണ് വരുന്നത്. എൻ്റെ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ളത് തന്നെയാണ്. ഈ ഒരു ഡോർമെട്രീൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇത് കുറച്ച് കത്ത് റേറ്റാണ്. ഞങ്ങൾ 6 മണിക്കൂറാണ് എടുത്തത്. 395 രൂപയായി 6 മണിക്കൂറാണ്. 9 മണിക്കൂർ എടുത്താലെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ 6 മണിക്കൂർ മതിയെന്ന് വെച്ചിരുന്നു. 1 മണി ടു ഞങ്ങൾ രാവിലെ 7 മണി വരെ എടുത്തത്. പക്ഷെ നല്ല പ്രൈവസി ഉണ്ട്. നല്ല പ്രൈവസി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ആ സമയത്താണ് ട്രെയിൻ എത്തുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് പുറത്തൊന്നും പോയി റൂം അന്വേഷിക്കാൻ പറ്റില്ല. ഇവിടെ എടുത്തത് കുഴപ്പമില്ല. നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, മംഗലാപുരത്ത് തുടങ്ങിയ യാത്ര ഇവിടെ ഹൈദരാബാദിലെ കാച്ചിഗുഡ എത്തിയ സ്ഥിതിക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജ് ഇടുന്നതായിരിക്കും. ബൈ.